ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണു ഇരുന്ന് നല്ല ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വന്നെ. രേവതി വന്നപ്പം ഞാൻ നമ്മുടെ പലിശക്കാരനെ കണ്ടായിരുന്നു. അയാൾക്ക് ഇനി ഒരു 4.5 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർക്കണമെന്നാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ കൊടുത്തു തീർത്തത് കൊണ്ട് ചെറിയൊരു സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നണില്ല. അയാൾ അത് കൊടുക്കണമെന്ന് എന്നെ തർപ്പിച്ച് പറഞ്ഞു. അപ്പോൾ 10-20 ലക്ഷം രൂപ മുകളിൽ കൊടുക്കാനുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊടുത്തല്ലോ എന്നീ പുള്ളിക്കാരി. ഇനി കുറച്ചുകൂടി സാവകാശം തരാൻ പറഞ്ഞുകൂടെ അയാളോട് എന്ന് രേവതി ചോദിക്കുമ്പം, എന്ത് സാവകാശം എന്ന് പറഞ്ഞാൽ ഓരോ മാസം കൂടുന്തോറും പലിശ കൂടിക്കൂടി വരികയല്ലേ എൻ്റെ രേവതി എന്ന് ചോദിച്ചു. എത്രയും പെട്ടെന്ന് എല്ലാം കൊടുത്ത് തീർത്തേന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ എന്ന് പറഞ്ഞോട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത്. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നും പറഞ്ഞു. അപ്പം എന്താ മോളെ, അനന്തമൂർത്തി മരിച്ചോ അതോ അയാളുടെ കെട്ടിയോളെങ്ങാനും മരിച്ചോ? അവരൊക്കെ ഇനി ഒരുപാട് കാലം ജീവിക്കുക വെച്ചാന്നും പറഞ്ഞ് അനാമിക. പിന്നെ എന്തൊരു സന്തോഷ വാർത്ത എന്ന് ചോദിക്കുമ്പോൾ, അനിയുടെ മൊബൈൽ ഇപ്പോൾ അവൻ്റെ അമ്മയുടെ കയ്യിലാണല്ലോ, അതിലേക്ക് അവൾ വിളിച്ചു, നന്ദു. അപ്പം ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നിട്ടോ മോളെ, എന്നിട്ട് എന്തായി? അത് അമ്മ ഉടൻ തന്നെ അവൻ്റെ മുത്തശ്ശൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങേരിപ്പോൾ അവളെ താക്കീത് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ, അപ്പോൾ അവർ തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്ന് മൂർത്തിക്ക് മനസ്സിലായല്ലേ? അതങ്ങേർക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അച്ഛാ? പിന്നെ ഇതൊക്കെ അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയെയും സംബന്ധിച്ചിടത്ത് വലിയ വലിയ തെറ്റുകളാണ്. അതുകൊണ്ട് അവരെ ന്യായീകരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അനാമിക. ഇനി രണ്ടും കൂടി ഇങ്ങോട്ട് വരുമായിരിക്കുമോ മോളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടെന്ന് രേവതിയുടെ വക ഒരു ചോദ്യം. അവർ വരികയാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, മോള് കൂടെ പോയേക്കണം കേട്ടോ. പിന്നെ അതിനു മുൻപ് നമ്മളൊരു വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തും. അതിലെന്തെങ്കിലുമൊക്കെ ഒരു കോമ്പൻസേഷൻ അയാൾ തരാതിരിക്കത്തില്ല, അത് ഉറപ്പാണെന്നൊക്കെ വേണു പറയുക. അങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുവാണ്. ഇപ്പം തന്നെ ആ പലിശക്കാരൻ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുക. ഒരു 2 ഉടനെ അയാൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ കൊണ്ടുവരുന്ന സ്വർണം മൊത്തം അച്ഛൻ പലിശക്കാർക്ക് കൊടുക്കുകയല്ലേ എന്ന് അനാമിക നേരം ചോദിച്ചു. അപ്പം അത് മാത്രം മോള് പറയരുത് കേട്ടോ. നിന്റെ 101 പവനിൽ 10-60 പവനെ പലിശക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 40 പവനും നിന്റെ കസ്റ്റഡിയിൽ തന്നെയല്ലേ ഉള്ളതെന്ന് രേവതി മോളോട് ചോദിക്കുവാണ്. അതുമാത്രമാണോ? അതിനുശേഷം അനന്തപുരി തറവാട്ടിൽ നിന്ന് കിട്ടിയത് പലതും നിന്റെ കയ്യിൽ തന്നെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പം കയ്യിലുള്ള കാര്യമൊന്നും പറയണ്ട. അനിയുടെ വല്യമ്മ തന്നൊരു നെക്ലേസ് പലിശക്കാരന് കൊടുത്തതിൻ്റെ പേരിൽ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ഇറങ്ങേണ്ടി വന്നില്ലേ എന്ന് മകളെ നേരം ചോദിച്ചു. അതാണെങ്കിലോ ഇപ്പം അത് നയനയ്ക്ക് അവർ കൊടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ മോളെ, നീ എന്താ അതൊക്കെ കുത്തിപ്പൊക്കുന്നേ? ഇനി ഞാൻ പറഞ്ഞതുപോലെ അനന്തപുരിയുടെ കിളവിയുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. അതൊക്കെ ഇളയ മരുമകൾ എന്നുള്ള നിലയ്ക്ക് നിന്റെ കഴുത്തിൽ വീഴുക തന്നെ വേണം. അതിനല്ലേ നമ്മൾ ഈ കളികളൊക്കെ കളിക്കുന്നതെന്നും ചോദിച്ച അച്ഛൻ കുറേ ചിരി അങ്ങ് ചിരിച്ചു. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇയാളുടെ ഫോണിൽ കോള് വരുന്നത്. വേണു ആ കോൾ അങ്ങോട്ടേക്ക് എടുത്തു. ഓഹ്, ദേ വിളിക്കുന്നു. ആരാ അച്ഛാ? അങ്ങേര് തന്നെ, അനന്തമൂർത്തി എന്നിങ്ങനെ പറയുമ്പോൾ ഉഷോ ഭയങ്കര സന്തോഷത്തോടു കൂടി സാറേ എന്ന് പറഞ്ഞ് കോൾ എടുത്തു. അന്നേരം, എടോ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം, താൻ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അനന്തമൂർത്തി വേണുവിനോട്. അപ്പം അതെന്തൊരു പറച്ചില എൻ്റെ സാറേ? അനിയും നന്ദു എന്ന് പറയുന്ന അഹങ്കാരി പെണ്ണും കൂടി പരിധി വിടുന്ന കാഴ്ചകളൊക്കെ എൻ്റെ മോള് കണ്ടതോടെ അവൾ കഥ കടച്ചൊരേ ഇരിപ്പാണെന്നും പറഞ്ഞുകൊണ്ട് വേണു ഏത് സമയം അവൾ ഭയങ്കര കരച്ചിലാണെന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവിടെ വരുമ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തലാണെന്നൊക്കെ പറയുക. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആണിനും പെണ്ണിനും ഇടയിൽ തുടക്കത്തിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ വേണു, അത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് സാറേ, പക്ഷേ ഇത് അതുപോലെയൊന്നും അല്ലല്ലോ. ഇപ്പോഴും എൻ്റെ മരുമകൻ്റെ മനസ്സിൽ അവൻ്റെ മുൻ കാമുകയല്ലേ ഉള്ളത്. എൻ്റെ മോൾക്കതെങ്ങനെ സഹിക്കാൻ പറ്റും? എൻ്റെ മോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവളെ കണ്ടതായി പോലും അവൻ നടിക്കാറില്ല. അവൻ അവളോട് മിണ്ടാറ് പോലും ഇല്ല. അവൻ്റെ കാര്യമെല്ലാം പോട്ടെ, ആ വീട്ടിൽ പലരും ഇപ്പം അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാവരോടും സംസാരിക്കാടോ, താനും തൻ്റെ മോളെ താനും ഒന്ന് ഉപദേശിക്കുക, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാവെന്നും പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം, അങ്ങോട്ട് നിന്നെ കൊണ്ടാക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? തരക്കേടില്ലായിരുന്നു എന്ന് അനാമിക. അങ്ങനെ എല്ലാവരോടും സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഗതി നമുക്ക് അനുകൂലമായിട്ടൊക്കെ വരികയാ എന്നും പറഞ്ഞു വേണു. അങ്ങേര് വിളിക്കുമ്പോൾ തന്നെ, സാറേ ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാലേ നമ്മുടെ വില പോകും, നമുക്കങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ഇതിപ്പോൾ അവിടെ ചൂട് പിടിച്ച ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മുത്തുക്കുടിയും താലപ്പൊലിയുമായിട്ട് അനന്തമൂർത്തി തന്നെ വരട്ടെ, എന്നിട്ട് എൻ്റെ മോളെ രാജകീയമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ, അതല്ലേ അതിൻ്റെ ഒരു രീതി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരി. 3 സ്വപ്നം കണ്ട് അങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ കനക ഗോവിന്ദേട്ടന് ചായ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു.
നന്ദു ഇറങ്ങി വന്നിട്ട് ഹനിയോട് സംസാരിച്ച അവൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നെ കൊന്നു കൊല വിളിക്കും. അവനോട് സംസാരിക്കാതിരുന്നാൽ അവനെ അവഗണിച്ച അവനെല്ലാവരെയും വിഷമിപ്പിക്കും. വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാനിപ്പോൾ പോകുന്നത്. ഞാനിപ്പോൾ എന്താ വേണ്ടത് എന്ന് നന്ദു ഇങ്ങനെ അച്ഛനോടും അമ്മയോടും ചോദിക്കുക കേട്ടോ. അച്ഛനും അമ്മയും ആകെ ധർമ്മസങ്കടത്തിലായി. മോളെ, ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മോൾ വിവാഹത്തെ എതിർക്കാതെ നല്ലൊരു ആലോചന വന്നാൽ അതിന് സമ്മതിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സർവീസിലേക്ക് കയറിയിട്ടേ ഉള്ളൂ, എനിക്ക് പെട്ടെന്നൊരു വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞു നന്ദു. അന്നേരം ഇതാ കുഴപ്പം, സാധാരണ പെണ്ണുമാണോ ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് കനകം അന്നേരം പറയുക കേട്ടോ. നിന്റെ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ അനി പിന്നെ നിന്റെ പിന്നാലെ നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കനകം പറഞ്ഞു കേട്ടോ. അന്നേരം അച്ഛൻ, മോളെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ആ പയ്യനെ ആദർശി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവൻ അതിൽ ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ കാരണം അനിയുടെ ദാമ്പത്തിക തകർച്ചയും പിന്നെ അവന് നിന്നോടുള്ള ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയെ പോലെ നീ ചിന്തിക്കുകയല്ലേ മോളെ വേണ്ടതെന്ന് അച്ഛൻ ചോദിക്കുക. അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ അതിനേക്കാളും വലിയ വിഷമത്തിലേക്കാണ് എന്നെ നിങ്ങളെല്ലാവരും കൂടെ തള്ളിവിടുന്നതെന്ന് പറയുമ്പോൾ, നന്ദോട്ട, വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു. എനിക്ക് എവിടെയും ഉടനെ തളയ്ക്കപ്പെടാൻ ആഗ്രഹമില്ലമ്മേന്ന് നന്ദു അന്നേരം പറഞ്ഞു. മോളെ പോലെ ഒരു പെൺകുട്ടിയെ ആർക്കെങ്കിലും തളയ്ക്കാൻ പറ്റുമോ എന്ന് അച്ഛൻ ചോദിക്കുക. ദേ അച്ഛാ, എനിക്ക് കുറച്ച് നാൾ ഈ ജോലി ഒന്ന് ആസ്വദിക്കണം, അതിനുശേഷം മാത്രം മതി എനിക്കൊരു കുടുംബമൊക്കെ എന്ന് നന്ദു പറയുമ്പോൾ, മോളുടെ ഈ നിലപാടാണ് എനിക്ക് കൂടുതൽ സഹായമാകുന്നതെന്ന് നീ ഓർക്കണമെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. മോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ചിന്തിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ മോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ, പിന്നെന്താണെന്ന് ചോദിച്ചു. ഞാൻ അവരെ തന്നെയാണ് കാണാൻ പോകുന്നത്, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടനോടും നയനേച്ചിയോടും. ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോയി. അപ്പം നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കനകവും ഗോവിന്ദനും ഇവരെ പറ്റി, അതായത് നന്ദുവിനെ അനിയെ പറ്റിയും സംസാരിക്കാം. ഗോവിന്ദേട്ട, നമുക്ക് അവളെ വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു ഗോവിന്ദേട്ടനെ നിൽക്കുക. ഈ ഇടയ്ക്ക് കണ്ടപ്പോഴും ജോലിസേൻ ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ അതൊന്നും നടക്കാത്ത കാര്യമല്ലേ എന്ന് കനകയെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ, എങ്ങനെയാണ് ഗോവിന്ദേട്ട അത് നടക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് കനക അന്നേരം ഗോവിന്ദേട്ടനോട് ചോദിക്കാം. അവനിങ്ങനെ അവളെ തന്നെ മതിയെന്നും പറഞ്ഞ് നടക്കുമ്പോൾ എത്രയൊക്കെ ആയാലും അതൊരു പെണ്ണിൻ്റെ മനസ്സല്ലേ, മാറല്ലെന്ന് ആര് കണ്ടു, അതിനിളക്കം തട്ടാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ ഇവരുടെ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം നയനയും നന്ദുവിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവർക്കും ആകെ ടെൻഷനായി. അപ്പോൾ എന്താ മോളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പം, ഇപ്പം എൻ്റെ യൂണിഫോം എനിക്കൊരു ഭാരമായിട്ട് തോന്നുകയാണെന്ന് നന്ദു അന്നേരം പറയുക. അതെന്താ ഇത്ര പെട്ടെന്ന് ജോലിയൊക്കെ മടുത്തോന്ന് ചോദിച്ചു ആദർശ് നന്ദുവിനോട്. അപ്പം മടുത്തിട്ടൊന്നും അല്ല ആദർശേട്ടാ, ഞാൻ ഈ ജോലി ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നിപ്പോൾ എന്താ കുഴപ്പം? അത് ചേച്ചി, ഒരു SI ആയിട്ട് എനിക്ക് അതിൻ്റേതായ പക്വത കാണിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ പറയുക. എൻ്റെ വരവറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തത്. എല്ലാവർക്കും എല്ലാം നല്ല ബഹുമാനം പേടിയൊക്കെ ആയിരുന്നു, പക്ഷെ അതൊക്കെ ഇല്ലാണ്ടാക്കി കളയുന്നത് അവനാ, അനി എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇവരോട് പറയുമ്പോൾ ഇവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഇവരും ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക കേട്ടോ. ആ ഒരു സമയം എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്നും നിങ്ങളെല്ലാവരും കൂടി എന്നെ ഉപദേശിക്കുന്നുണ്ടല്ലോ, പക്ഷേ അവനെ തിരുത്താൻ ആരും തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഏത് നേരവും അവനോട് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് മോളേന്നും നമ്മുടെ നയനയും പറഞ്ഞു. പക്ഷെ അവനൊരു ചേഞ്ചും വരുന്നില്ല എന്ന് ആദർശം പറഞ്ഞു. ഇത്തവണ ഓണത്തിന് അവൻ നോക്കുന്ന ബ്രാഞ്ചുകളിലൊക്കെ നല്ല സെയിൽ നടക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, അത് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ആദർശം നന്ദുവിനോട് പറയുവാണ്. പലപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു എന്ന് പറയുമ്പം ഇത് ശരിക്കും ഒരു ശ്വാസമുട്ടൽ തന്നെ ആദർശേട്ടാ, അതുകൊണ്ട് ഈ ജോലി ഉപേക്ഷിച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിക്കുകയാണെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ നന്ദു പറയുമ്പോൾ ആദർശം നയനയും ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഒരു അന്തം വിട്ട് ഇങ്ങനെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? ആഗ്രഹിച്ച നിന്റെ ജോലിയല്ലേ അത് നഷ്ടപ്പെടുത്തി കളയാനോ? പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യും ചേച്ചി ഞാനെന്ന് നന്ദ ചോദിക്കുക. പിന്നെ എന്തായാലും ഞാൻ റിസൈനൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു. പക്ഷേ എന്നെ ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറയുമോ മുത്തശ്ശനോടൊന്നും നന്ദു ഇങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോൾ അതൊരു നല്ല കാര്യമാണ്, ദൂര സ്ഥലത്തേക്ക് ഇവളെ മാറ്റുകയാണെങ്കിൽ അനിയുടെ നോട്ടം അത് കുറയുമല്ലോ എന്ന് നയന പറഞ്ഞു. അന്നേരം മുത്തശ്ശനോട് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം, അപ്പോൾ മുത്തശ്ശനും നന്ദുവിൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് എത്ര ദൂരത്തേക്ക് നന്ദു പോയാലും പിന്നാലെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ട്രെയിനിങ് ക്യാമ്പിൽ പോലും അവൻ ഓടിക്കയറി വന്നതല്ലേ എന്നും ചോദിച്ചു. അവൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നന്ദു പറയുമ്പോൾ വേറൊന്നുമല്ല, അവന് നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. അന്നേരം നയനെ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും അങ്ങനെ പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട്
അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലിയെപ്പറ്റി അവനൊരു ബോധം വേണ്ടേ എന്ന് നന്ദു അന്നേരം ഇവരോട് ചോദിച്ചു. ഒരിക്കൽ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം മദ്യം കഴിച്ചിട്ട് പോലും അവൻ വന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറയുക. ലോക്കപ്പിൽ കിടന്നാലും എന്നെ കാണണം, അങ്ങനെയാ അവൻ്റെ പോക്കുന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറയുവാണേ. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ആവശ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നത് തന്നെ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശും നയനയും കൂടെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട്. ഈ വീട്ടിലെ ഇപ്പോഴത്തെ കാരണസ്ഥാനമുള്ളവരെത്തിയോ എന്ന് ആദർശനോടും നയനോട് ചോദിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയല്ലേ എന്ന് ആദർശൻ തിരിച്ചു ചോദിച്ചു. ഞങ്ങൾ സ്ഥാന കൈമാറ്റമൊക്കെ നടത്തിയല്ലോ എന്ന് മുത്തശ്ശൻ അന്നേരം പറയുക കേട്ടോ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം നോക്കുവാണേ. അപ്പം നയന മുത്തശ്ശനോട് പറയാനായിട്ട് ഇങ്ങനെ പറയുക. അപ്പോൾ മോൾക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന് മുത്തശ്ശിക്ക് ആംഗ്യം കണ്ടപ്പോൾ മനസ്സിലായി. എന്താ മോളെ പറയാനുള്ളത്? എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. അന്നേരം അതുവരെ ഞങ്ങൾ നന്ദുവിനെ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അനി അപ്പുറം നിന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുക. യാദൃശ്ചികമായിട്ട് അതിൽ പോയത് അപ്പോഴാണ് കാണുന്നത്. അനി ഏത് നേരവും അവളെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നതെന്ന് നയന പറയുന്നു. അത് ഒഴിവാക്കാൻ അവൾ ജോലി രാജിവെക്കുന്നതിനെ പോലും സംസാരിച്ചു എന്ന കാര്യമൊക്കെ പറയുമ്പോൾ അനി ഇങ്ങനെ ഞെട്ടിയെട്ടോ. മുത്തശ്ശനും ആകെ ധർമ്മസങ്കടത്തിലായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവളെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ അവൾ പറയുന്നതെന്ന കാര്യമൊക്കെ നയന ഇങ്ങനെ പറഞ്ഞു. ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് മാറ്റം കിട്ടുമോ എന്ന് അവൾ ചോദിച്ചു എന്ന് പറയുമ്പം ആദ്യം ജോലിയിൽ കയറുന്നത് സ്വന്തം വീട്ടിനടുത്തായാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒന്നിനു വേണ്ടിയും റെക്കമെൻഡേഷൻ നടത്താത്ത ഞാൻ അക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചതും നന്ദുവിനെ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ അപ്പോയിൻമെൻറ്റ് ശരിയാക്കി കൊടുത്തതും എന്നും മുത്തശ്ശൻ അന്നേരം പറഞ്ഞു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ദൂരത്തേക്ക് ആ കുട്ടിയെ ഞാൻ തന്നെ മാറ്റണോ എന്നും മുത്തശ്ശൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ മുത്തശ്ശ ഒന്നാലോചിച്ചാലേ അത് നല്ലതാണെന്ന് ആദർശ് പറഞ്ഞു. എനിക്ക് അന്നേരത്തേക്കും ടെൻഷൻ കൂടി. അയ്യോ നന്ദു പോവുകയാണെന്ന്. അനിയിപ്പോൾ ഏത് നേരവും പോലീസ് സ്റ്റേഷനിൽ കയറി നടക്കുക, അവൻ കാരണം നന്ദുവിൻ്റെ വ്യക്തിത്വം പോലും പണയം വെക്കേണ്ട അവസ്ഥയാണെന്ന കാര്യമൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം ഞാൻ എന്തു വേണോടോ? അപ്പോൾ ഗോവിന്ദനും കനകയ്ക്കും അത് വിഷമാവില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു കേട്ടോ. അതൊന്നും ഇല്ല, അതൊന്നും കാര്യമാക്കേണ്ട. ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയ അവൾക്ക് ക്വാർട്ടേഴ്സൊക്കെ കാണുമല്ലോ. അച്ഛനും അമ്മയും മിക്കവാറും അവൾക്കൊപ്പം പൊയ്ക്കോളൂ എന്ന കാര്യവും നയന പറഞ്ഞു. അപ്പം പിന്നെ ഗോവിന്ദൻ്റെ കടയോ? കുറച്ച് നാളത്തേക്ക് കട അടച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് നയന അന്നേരം പറഞ്ഞു. കടയിൽ അച്ഛന് കൂട്ടിന് ആളൊക്കെ ഉണ്ട്, അച്ഛൻ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞു. അപ്പം ഞാൻ എന്തായിരുന്നു ആലോചിക്കട്ടെ. ഇനിയിപ്പോൾ ഈ ചോരത്തിളപ്പോടെ കയറുന്ന എസ്ഐമാർ പെട്ടെന്ന് നീതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറൊക്കെ കൊടുക്കാറുണ്ട് ഏതെങ്കിലും പ്രശ്നബാധിത മേഖലയിലേക്ക്. ഇതുപോലെ സ്വന്തം നാട്ടിൽ കിട്ടിയിട്ട് മാറ്റം വേണമെന്ന് പറയുന്ന ആദ്യത്തെ പോലീസ് ഓഫീസറായിരിക്കും നന്ദു എന്ന കാര്യമൊക്കെ മുത്തശ്ശൻ പറയുക. അവൾക്ക് വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മുത്തശ്ശൻ അവളിങ്ങനെ പറയുന്നതെന്ന് നയനി അന്നേരം പറഞ്ഞു. എനിക്ക് മനസ്സിലാകും. കല്യാണം കഴിഞ്ഞ ഒരുത്തൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് കഷ്ടം തന്നെയാണെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരിക. അവനെ എന്താണ് ആദർശ് നീ പറഞ്ഞ് നന്നാക്കാത്തതെന്ന് ചോദിക്കുമ്പം മുത്തശ്ശ ഇക്കാര്യത്തിൽ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞ ഒരു പയ്യൻ മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് ശരിയാണോ ആദർശേ എന്ന് മുത്തശ്ശി ചോദിക്കുക. അങ്ങനെ നീയാണ് ചെയ്യുന്നതെങ്കിൽ മോൾക്കത് സഹിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചു. ആ സമയത്ത് നയന ഇങ്ങനെ ആദർശനെ നോക്കുക കേട്ടോ. എനിക്ക് കലിയും കയറി വരുന്നുണ്ട്. അനി ഭയങ്കരമായിട്ട് കലി പിടിച്ചങ്ങു പോയി. ഈ സമയത്ത് ഇവിടെ അനാമികയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് മുത്തശ്ശ എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ആദ്യമൊക്കെ ഞങ്ങൾ അനിയുടെ പോക്കിനെ എതിർത്തെങ്കിലും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തതും അതുകൊണ്ടാണെന്ന് ആദർശം പറഞ്ഞു. അവളെ അനാമികയെ ആ ഒരുമാതിരി പ്രതികാര ചിന്തയോടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതികാര ചിന്ത ഇല്ലാതിരിക്കും? നന്ദുവിൻ്റെ പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ചെന്ന് അനി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. പിന്നെ അങ്ങനെയുള്ളവരെ ഏതെങ്കിലും പെൺകുട്ടികൾ സ്നേഹിക്കുമോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി അനിയെ പറഞ്ഞ് തിരുത്തുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അല്ലാതെ നന്ദുവിനെ നാട് കടത്തുകയല്ല വേണ്ടത്, അതല്ല അതിൻ്റെ പോംവഴിയെന്നും മുത്തശ്ശി പറയുവാണ്. ഇയാൾ പറഞ്ഞതാണ് ശരിക്കും ശരി. അനിയെ പേടിച്ച് നന്ദു നാട് വിട്ടു പോവുകയല്ല വേണ്ടത്. പിന്നെ അനി ആ കുട്ടിയിൽ എടുത്തിരിക്കുന്ന ശ്രദ്ധ തിരിക്കണം, എന്നിട്ട് അനാമികയെ സ്നേഹിച്ച് തുടങ്ങണം. അതിനുവേണ്ടി ഏട്ടനും ഏട്ടത്തിയും എന്നുള്ളൊരു നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ്. ഞങ്ങളും അനിയെ ഉപദേശിക്കാം. ഇനി ഇതിൻ്റെ പേരിൽ 2 തല്ല് കൊടുക്കണമെങ്കിൽ അതും ഞങ്ങൾ ചെയ്തോളാവുന്ന മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോടും നയനോടും പറഞ്ഞിട്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ 3 ബ്രാഞ്ചുകൾ നോക്കുന്നവനാവൻ. പക്ഷേ പക്വത തീരെ ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം മുത്തശ്ശ ഈ വിഷയം പറഞ്ഞ് വെറുതെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, ഞങ്ങൾ സംസാരിച്ചോളാവെന്ന് ആദർശ് പറഞ്ഞു. അതും പറഞ്ഞ് ആദർശ് നയനെ അങ്ങോട്ട് കയറിപ്പോയി.
അപ്പോൾ അനിയും അനാമികയും തമ്മിലുള്ള പൊരുത്തക്കേട് നമ്മൾ മാറുമെന്ന് കരുതിയിട്ട് മാറുന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ കഴിയും അതിന്? അത് അവളുടെ മാത്രം കുഴപ്പമല്ലല്ലോ. അവളുടെ അച്ഛനും അമ്മയും അത്ര നല്ല ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശി അന്നേരം മുത്തശ്ശനോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ആ സംസാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുക. പിന്നെ വരുന്നത് നമ്മുടെ അനി മുറിയിലേക്ക് വന്നിട്ട് ആകെ വെപ്രാളം കയറി ഇങ്ങനെ നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നിട്ട് അതിനകത്തോടെ എന്തൊക്കെയോ തപ്പുവാട്ടോ. അനിയുടെ മൊബൈലാണെന്ന് തോന്നും. അങ്ങനെ മൊബൈൽ തപ്പി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു മൊബൈൽ കിട്ടി. തൽക്കാലം ഇതിൽ നിന്ന് വിളിക്കാമെന്നും പറഞ്ഞ് അനി ആ ഫോണെടുത്ത് അങ്ങനെ അതേ നന്ദുവിനെ വിളിക്കുക. പക്ഷേ നന്ദു എടുക്കുന്നില്ല. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഭയങ്കര ടെൻഷൻ അനിക്ക്. ഭയങ്കര കലിയും വരുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം ഇതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ഇങ്ങനെ നോക്കി ഈ സമയത്ത് നമ്മുടെ ജാനകി തമ്പുരാട്ടി അവിടെ ഇരിക്കുക. അപ്പോഴാണ് മുത്തശ്ശനും അതുവഴി അങ്ങോട്ടേക്ക് വരുന്നതും ഇതിനെ കാണുന്നതും. അപ്പോൾ അച്ഛനും അമ്മയും കണ്ടപ്പോഴേക്കും വലിയ ബഹുമാനത്തോടെ എഴുന്നേറ്റൊക്കെ നിന്നു. അപ്പോൾ ജാനകി, നീ എത്രയും പെട്ടെന്ന് പോയി നിന്റെ മരുമകളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനോ? നീ അല്ലാതെ പിന്നെ ആരാ പോയി വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാനല്ലല്ലോ എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ ഞാനെന്തിനു പോയി വിളിക്കണമെന്ന് ജാനകി ചോദിക്കുമ്പം അത് നിൻ്റെ മകൻ്റെ ഭാര്യയാണ്, പിന്നെ നിനക്ക് പോയി വിളിച്ചാലെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛാ, ഞാൻ അങ്ങോട്ട് പോയാലും അനാമിക മോൾ എൻ്റെ ഒപ്പം വരില്ല എന്ന് ജാനകി അന്നേരം പറയുവാണ്. മോളുടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനും പോകുന്നില്ല. അപ്പം ഞാൻ വേണുവിനെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞു തീർത്തിട്ട് അച്ഛനും അമ്മയും പോയി വിളിച്ചുകൊണ്ട് വരാൻ ജാനകി പറയുവാട്ടോ. ആ സമയത്ത് ഇവരിങ്ങനെ നോക്കുക. എനിക്ക് അവിടെ പോയി നാണം കെടാൻ വയ്യ. അവരുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ മറുപടി ഇല്ല അച്ഛാ എന്നും ജാനകി പറയുവാണ്. എൻ്റെ മോൻ്റെ ഭാഗത്ത് ഒരു ന്യായവും പറയാനില്ല. നമ്മൾ കണ്ട ആ വീഡിയോ കണ്ടാൽ പിന്നെ ഒരു പെൺകുട്ടികളും തിരികെ വരില്ല എന്നും പറഞ്ഞു. അപ്പോൾ ബന്ധം പിരിയണമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അനാമിക മോളല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ മരുമകളായി ഇനി സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറയുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോയി അവരുടെ കാല് പിടിക്കാൻ എനിക്ക് കുറച്ച് മടിയുണ്ട്, അതുകൊണ്ടാണ് പോവാത്തതെന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഏതായാലും മുത്തശ്ശിയുടെ ആവശ്യം പോലെയാണ് ജാനകി അങ്ങ് പോയത്. അത് കഴിയുമ്പോൾ മുത്തശ്ശൻ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ഇതിനെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനൊക്കെ ഇരുന്ന് സംസാരിക്കാം. എത്ര നന്നായിട്ട് പോയ വീടായത്, എപ്പോഴും കളിയും ചിരിയും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എത്ര പെട്ടെന്ന് അതിനൊക്കെ മാറ്റം വന്നതെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം നന്നായിട്ട് പോകുന്ന മിക്ക കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജയേട്ടാന്ന് ദേവയാനി അന്നേരം പറയുക. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. അച്ഛന് തന്നെ വലിയൊരു രോഗം വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക. അതൊക്കെ നമ്മുടെ സമയം ശരിയാവാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുമ്പം ജാനകിയോട് അവളുടെ മരുമകളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യുക, ഇവളെയും കൂട്ടിപ്പോയി ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു മുത്തശ്ശൻ ജയനോട്. എന്നാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ. നിന്റെ അച്ഛൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ നിങ്ങളിങ്ങനെ പരസ്പരം നോക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കും അവരോട്. അന്നേരം അത് പിന്നെ അവളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ദേവയാനി പറഞ്ഞു. അങ്ങനെയുള്ളവളെ നമ്മൾ അങ്ങോട്ട് പോയി വിളിച്ചാൽ അവൾ കൂടുതൽ തെറ്റിലേക്ക് പോവത്തല്ലേ ഉള്ളൂ എന്ന് ദേവയാനി ചോദിച്ചു. അവളാണോ തെറ്റ് ചെയ്തത്, അത് അവനാണോ നമ്മുടെ പയ്യൻ? അനിയും നന്ദുവും തമ്മിലുള്ള വീഡിയോ അനാമികയുടെ സൃഷ്ടിയൊന്നും അല്ലല്ലോ, ആണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ അവിടുന്ന് വന്നു ഇവരുടെ ന്യൂസ് പിടിക്കാനായിട്ട്. അങ്ങനെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അത് സഹിക്കാൻ കഴിയുമോ ദേവയാനി എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. നീയാണെങ്കിൽ അത് സഹിക്കുമോ ദേവയാനി എന്ന് ചോദിച്ചു. അന്നേരം അമ്മേ അതിലേക്ക് അവരെ നയിച്ചതിൽ കാരണങ്ങൾ ഒരുപാടുണ്ട് എന്ന് ജയൻ പറയുമ്പം എന്ത് കാരണമായാലും ശരി, വിവാഹം കഴിഞ്ഞൊരു പയ്യൻ മറ്റൊരു പെൺകുട്ടിയുമായി പരിധി വിട്ട് സഞ്ചരിക്കുന്നത് ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ജയ, ആണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഇപ്പറഞ്ഞ അനാമികയും അങ്ങനെ പോകുന്നുണ്ടല്ലോ അച്ഛാ എന്ന് ദേവയാനി. പിന്നെ അവള് ഒരു പയ്യനൊപ്പം കറങ്ങി നടക്കുകയാണെന്ന് ദേവയാനി പറയുമ്പോൾ ജലജ ഇങ്ങനെ ചെവി വട്ടം പിടിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്നലത്തെ പെൺകുട്ടികളല്ല ഇന്നത്തേത്. ഇന്നിപ്പോൾ 10-20 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആണും പെണ്ണും ഒരു പ്രത്യേക സ്റ്റൈലിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ആണൊരു തെറ്റ് ചെയ്താൽ കുടുംബത്തിലുള്ളവരോട് പരാതി പറഞ്ഞ് കാലം കഴിക്കാനൊന്നും അവർ നോക്കില്ല എന്ന് മുത്തശ്ശൻ പറയണം. വിവാഹം കഴിച്ച ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ അവരുടെ രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുമെന്ന കാര്യം മുത്തശ്ശൻ പറയുക. അതൊക്കെ കേട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷവും അനി നന്ദുവിന് പിന്നാലെ തന്നെയാണ് നടക്കുന്നത്. അനാമിക മോളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് അനാമിക മോൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്നും അതേപ്പറ്റി എത്ര തവണ മോള് പരാതി പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അനാമിക കുട്ടികൾക്കൊപ്പം മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് മുത്തശ്ശി. ഇദ്ദേഹം പറയുന്നത് പോലെ ഇന്നത്തെ കാലത്ത് എന്നൊക്കെ മുത്തശ്ശിയും പറയാം. ഇത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് അവളെ പോയി വിളിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറയാൻ പറഞ്ഞു അച്ഛൻ. അന്നേരം നമ്മുടെ ദേവയാനി അച്ഛാ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു കേട്ടോ, വിളിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ജലജ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ ഞങ്ങൾ ധിക്കരിക്കാറില്ലല്ലോ, പക്ഷേ
അവളെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വരേണ്ട പെണ്ണല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന കാര്യം നമ്മുടെ ദേവയാനി ഇങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ തന്നെ പോയി വിളിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അച്ഛനും അമ്മയും കൂടി ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു നമ്മുടെ ജയൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീയല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ജയനോട് ദേഷ്യപ്പെട്ടു മുത്തശ്ശൻ. അനിയുടെ അമ്മയോട് പറഞ്ഞു അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. ഇപ്പോൾ വല്യമ്മയോട് പറഞ്ഞു, വല്യച്ഛനോടും പറഞ്ഞു. ആർക്കും അത് സമ്മതമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, താൻ വാടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോയി. എൻ്റെ ദൈവം, ഇനി എന്ത് ചെയ്യുമെന്ന് ജയനും അതുപോലെ ദേവയാനിയും കൂടെ അവിടെ നിന്നിങ്ങനെ പരസ്പരം ചോദിക്കും കേട്ടോ. അത് ആകെ ധർമ്മസങ്കടമാക്കിയവർക്ക് ഇനിയിപ്പോൾ അച്ഛനും അമ്മയും പോയി വിളിക്കാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യവും പറയാം. അങ്ങനെയെങ്കിൽ അവൾക്ക് അഹങ്കാരം കൂടും ചെയ്യട്ടാ എന്ന് ദേവയാനി പറയും കേട്ടോ. എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തെ വീടിനകത്ത് താമസിപ്പിക്കുന്നത് അപകടം തന്നെയല്ലേ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. ജയനും ആകെ ഇതായിട്ട് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് രണ്ടു പേർക്കും അറിയില്ല. ആകെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ആട്ടോ. അപ്പോൾ രേവതി അവിടെ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജലജയുടെ കോള് വന്നു. ആ ജലജേ, അപ്പം അതെ, ഇവിടെ ചൂട് പിടിച്ച ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അനാമിക ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിനെ പറ്റിയെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മോളിപ്പോൾ അങ്ങോട്ട് വരത്തില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണെന്ന് രേവതി. അപ്പോൾ വരരുത്, ചിലപ്പോൾ ജാനകിയെ ആയിരിക്കത്തില്ല, അനിയുടെ വല്യമ്മയോ വല്യച്ഛനോ ഒക്കെ ആയിരിക്കും അങ്ങോട്ടേക്ക് വരാൻ പോകുന്നതെന്ന് ജലജ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആര് വന്നാലും പെട്ടെന്ന് കൊച്ചിനെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കരുത് കേട്ടോ. അങ്ങനെ വിട്ടു കഴിഞ്ഞാലേ അനി ചെയ്ത ആ ഒരു വലിയ തെറ്റിൻ്റെ വലിപ്പം ഇല്ലാണ്ടായി പോകില്ലേ എന്ന് ചോദിച്ചു. അതെ, അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ മോളെ അങ്ങോട്ടേക്ക് വിടത്തില്ല ജലജ എന്ന രേവതി. പിന്നെ അതുപോലെയുള്ള രംഗങ്ങളാണ് എൻ്റെ മോളുടെ അച്ഛനെ നേരിട്ട് കണ്ടതെന്നൊക്കെ രേവതി പറയുക ജലജയോട്. ഇനി എൻ്റെ മോൾ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും എൻ്റെ മോൾക്കൊരു മരുമകളുടെ പരിഗണന അവിടെ കിട്ടണമെന്നും രേവതി ജലജയോട് പറയാം. പിന്നെയെന്നും പറഞ്ഞ് ജലജ തലയാട്ട് കേട്ടോ. അല്ലാതെ പുറമ്പോക്കായിട്ട് കിടക്കാൻ ഇനി എൻ്റെ മോള് തയ്യാറാവില്ല എന്നും പറഞ്ഞു. നമുക്കും കുറച്ച് വാശിയൊക്കെ വേണം രേവതി, എന്നാലേ ഇവിടെയുള്ളവരൊക്കെ പഠിക്കത്തുള്ളെന്നും പറഞ്ഞ് മൂപ്പിച്ചു കൊടുക്കുക ജലജ ഇവിടെ നിന്ന്. ഒരുത്തനാണെങ്കിലോ തെറ്റിൽ മുങ്ങി നടക്കുക. ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോനെ, എന്നിട്ട് അവനോ യാതൊരു കുഴപ്പമില്ല. അവനിപ്പോഴും മാന്യനായിട്ട് തല ഉയർത്തി പിടിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴേ ഈ വീട്ടിൽ അന്യരെ പോലെ കഴിയുന്നത് ഞാനും അഭിയും അതുപോലെ അനാമിക മോളും അല്ലേ എന്ന് ജലജ ചോദിക്കണം. പിന്നെ അതിനെപ്പോഴെങ്കിലും ഒരു അവസാനമൊക്കെ വേണ്ടേ എൻ്റെ രേവതി എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി നിൽക്കാം. ശരി രേവതി, ഞാനിതൊക്കെ പറഞ്ഞ് ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഓടി മകൾക്ക് മുന്നിൽ വന്നിട്ട് ആ ജലജ എന്നെ വിളിച്ചു, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ മുൻകൂട്ടി നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞതെന്നൊക്കെ രേവതി പറഞ്ഞു. അനിയുടെ അമ്മ എന്നെ വിളിക്കാൻ വരുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, പക്ഷെ വല്യമ്മയും വല്യച്ഛനും വിളിക്കാൻ വരുമോ എന്ന് അനാമിക ഇങ്ങനെ ചോദിച്ചു. ഇപ്പോൾ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞത് കൊണ്ട് അവർക്ക് എന്നെ കണ്ടുകൂടാ എന്ന് പറഞ്ഞു ഈ അനാമിക. എന്നാലും അവർ അനന്തപുരിയിലെ വലിയ ആൾക്കാരല്ലേ, അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ വരാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക രേവതി. അപ്പോൾ അയാളൊരു ആൾക്കുരങ്ങല്ലേന്ന് ചോദിക്കും. ആൾക്കുരങ്ങോ? അയാൾ പിന്നെ ആൾക്കുരങ്ങാണോ മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ മോളെ, എനിക്ക് അങ്ങനെ കാണുമ്പോൾ സിംഹവാലൻ കുരങ്ങിനെ പോലെ തോന്നുന്നതെന്ന് പറയുവാണ് ഈ രേവതി. അങ്ങനെയൊന്നുമില്ല, നല്ല തലയെടുപ്പല്ലേ അനന്തപുരിയിലെ കാരണവർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തോ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും അയാളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് രേവതി പറയും കേട്ടോ മുത്തശ്ശനെ പറ്റി. അനന്തപുരിയിൽ ഒരു ആൾക്കുരങ്ങും ഉണ്ട്, അതിൻ്റെ പുറകെ കുറേ കുട്ടിക്കുരങ്ങന്മാരും ഉണ്ട്. എല്ലാവരും തമ്മിൽ പക്ഷെ ഭയങ്കര ഐക്യം അമ്മയെന്ന് പറഞ്ഞു ഈ അനാമിക. എല്ലാ കുടുംബത്തിലെയും കൂട്ട് അവിടെ ഓരോരോ മരുമക്കൾ വന്ന് കയറിയതോടെ ആ ഐക്യം അങ്ങ് പോയി കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഇപ്പം എല്ലാവരും പല തട്ടായില്ലേ എന്നും ചോദിച്ചു. എന്നാലും അവിടുത്തെ ആണുങ്ങൾ തമ്മിൽ ഭയങ്കര യോജിപ്പാണ് കേട്ടോ അമ്മേ. അഭേട്ടം മാത്രമേ ഉള്ളൂ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അടയും ചക്കരയാണെന്നൊക്കെ അനാമിക. കുടുംബത്തിനകത്ത് മിക്കവാറും അംഗചിത്രമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മോളെ, അത് ഉറപ്പല്ലേ എന്നും രേവതി പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഇതുപോലെ കുടുംബത്തിനകത്ത് ഒതുങ്ങിക്കൂടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമോ എനിക്കറിയില്ല. അനന്തപൂർത്തിയും ഭാര്യയും ജീവിച്ചിരിക്കുന്നിടത്തോളം എല്ലാവരും സ്വത്തിനും പണത്തിനും വേണ്ടി തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാലേ അവരവരുടെ പാട്ട് നോക്കി പോകും മോളെ എന്നും പറഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ അവരൊക്കെ മരിക്കുന്നത് വരെയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് പലിശക്കാരൻ്റെ പണമൊക്കെ കൊടുത്ത് തീർത്തിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് അതിനുള്ള മുതൽ നീ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണേ മോളെ എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പോയി. അനാമിക മോൾ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ. അഭി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് വരുക. ചേടാ അവളെ വിളിക്കാനായിട്ടേ
ദേവയാനിയോട് പോകാനായിട്ട് പറഞ്ഞു, അതുപോലെ ജാനകിയോടും പോകാനായിട്ട് പറഞ്ഞു. അവളൊന്നും സമ്മതിച്ചില്ലടാ എന്നിങ്ങനെ അമ്മ ഒന്ന് മോനോട് പറയാം. ആദ്യം ജാനകിയുടെ കാര്യം പറഞ്ഞത്. അവൾ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ദേവയാനിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേ ഏട്ടനോടും പറഞ്ഞു, ഒരുത്തി ഒഴിഞ്ഞു പോയാൽ അത്രയും നല്ലതെന്നും പറഞ്ഞല്ലേ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവൾ അങ്ങനെ ഒന്നും കിട്ടത് ഒഴിഞ്ഞൊന്നും പോകത്തില്ല അമ്മയെന്ന് അബി അന്നേരം അമ്മയോട് പറഞ്ഞു. സ്വത്തും പണവും മോഹിച്ച് തന്നെയാണ് അവൾ ഈ വീട്ടിലകത്തേക്ക് കയറി വന്നതെന്ന് ഉറപ്പല്ലേ? അതിപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു ഈ ജാനകി. കാരണം അനിയുടെ ഭാഗത്താണ് തെറ്റുള്ളത്. അവനും അവളും തമ്മിലുള്ള സീനെ ഏത് കോടതിയിൽ കൊണ്ടുപോയി കാണിച്ചാലുവേ കോടതി അവൾക്കൊപ്പം അല്ലേടാ നിൽക്കത്തുള്ളൂ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പം അമ്മ പറഞ്ഞതുപോലെ അവിടെ നമുക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അനാമികയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കണം അമ്മേ എന്ന് മോൻ. ഈ കുടുംബത്തിൽ നടക്കുന്നതൊക്കെ അവളെ കൊണ്ട് നമുക്ക് പുറം ലോകത്തെ അറിയിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ എന്തും പറയാനേ മടിക്കത്തില്ലാത്ത കൂട്ടത്തിലാടാന്ന് പറഞ്ഞു ജലജ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ രക്തം നമുക്ക് തിളപ്പിച്ച് കൊടുക്കണമെന്ന്. നമുക്ക് മുത്തശ്ശനോടോ മുത്തശ്ശിയോടൊന്നും കടപ്പാടിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. മറ്റു 2 കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും എനിക്ക് അവരാരും തരുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അനി ചെയ്ത തെറ്റ് അവരെല്ലാവരും നേരിട്ട് കണ്ടില്ലേ? എന്നിട്ട് അനാമിക പുറത്ത് പോയിട്ട് പോലും മുത്തശ്ശൻ അനിയെ തരം താഴ്ത്തി കാണിച്ചിട്ടില്ല. ആ രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് വരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. അത് മാത്രമാണോ അബി? ആദർശിൻ്റെ മോളെ ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ലാളിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ അബി ഇങ്ങനെ നോക്കി നിൽക്കാം. അത് മോള് സ്കൂളിലേക്ക് പോകുമ്പോൾ 2 ആൾക്കും ഭയങ്കര വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് ജലജ. മോള് വന്നു കഴിഞ്ഞാലോ ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. നിന്റെ കുഞ്ഞിനെ പോലും അങ്ങനെ അവരെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടമ്മേ. ഞാൻ ശരിയായ രീതിയിൽ അനാമികയെ ഗൈഡ് ചെയ്തോളാമെന്ന കാര്യമൊക്കെ അബി ഇങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ വേണ്ടി വന്ന അവൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചാനലിലൂടെ എങ്ങനെ വിളിച്ചു പറഞ്ഞാലേ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ തല വഴി മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ അതിനുള്ള അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കണം അമ്മയെന്നൊക്കെ പറയുമ്പോൾ അതെയൊന്നും പറഞ്ഞ് ജലജയെ നിൽക്കുക കേട്ടോ. അമ്മയും മോനും പദ്ധതികൾ ഒരുപാട് ഒരുക്കുന്നുണ്ട്. അത്രത്തോളം നമ്മളിവിടെ ഉള്ളവർ തരം താഴ്ത്തി കഴിഞ്ഞെന്നും പറഞ്ഞ് എന്നെ ജ്വല്ലറിയിലെ വെറും ഒരു ജോലിക്കാരനാക്കിയതിൻ്റെ പക മുഴുവനും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അമ്മയെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇങ്ങനൊരു അവസരം വന്ന സ്ഥിതിക്ക് അത് മുതലാക്കിയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മയും മോനും കൂടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജയനൊക്കെ ഇരുന്ന് സംസാരിക്കുക. നമ്മൾ ആരെങ്കിലും പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും പോയി അവളെ വിളിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അച്ഛനെയും അമ്മയെയും അതുപോലൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ജയം പറയുക. അപ്പോൾ ദേവയാനിയും ആദർശും അതിനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിനോടൊക്കെ ആരാ അച്ഛ അതിന് യോജിക്കുന്നതെന്ന് ആദർശ് അന്നേരം ചോദിച്ചു. ഇത്രയും നാണം കെട്ടൊരു കുടുംബം ഈ നാട്ടിലുണ്ടാകത്തില്ല എന്നും പറഞ്ഞു. അവരുടെ കാല് പിടിച്ച് മുത്തച്ഛനെയും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അതിന്തൊക്കെ എന്ത് ക്വാളിറ്റി അവർക്കുള്ളതെന്നൊക്കെ ആദർശ് ചോദിക്കുമ്പം ഇതൊക്കെ പറയാമെന്നല്ലാതെ അച്ഛനെ തടയാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു ദേവയാനി. അത് കേട്ടപ്പോൾ അച്ഛനെ തടയണമെന്നുണ്ടെങ്കിൽ നടന്നതൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പം അതും കേട്ടുകൊണ്ട് നമ്മുടെ അനി അതുവഴി വന്നു. അങ്ങനെ നമ്മുടെ അനി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇവർ സംസാരിക്കുകയാണ്. അങ്ങനെ അനാമികയെ അച്ഛനും അമ്മയും തടയണമെന്നുണ്ടെങ്കിൽ അവൾ ചെയ്തതെല്ലാം അച്ഛനും അമ്മയും അറിയണമെന്ന്. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അച്ഛാ. കാരണം അങ്ങനെ നമ്മളെന്തെങ്കിലും പറഞ്ഞു പോയാൽ ചന്തമോളുടെ കാര്യം അവൾ പുറലോകത്തെ അറിയിക്കുമെന്ന് നയന ഇങ്ങനെ ഇവരോട് പറയുക. അതവൾ പുറത്തുള്ളവരോട് വിളിച്ചു പറഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും കാരണമാവില്ലെന്ന് നയന ചോദിച്ചു. അപ്പോൾ എന്ത് തെറ്റ് ചെയ്യാനും മടിയില്ലാത്തവരാണ് അനാമികയും അനാമികയുടെ വീട്ടുകാരെന്നും പറഞ്ഞ് നമ്മുടെ ജയൻ അന്നേരം പറഞ്ഞു. എന്തായാലും ഇത് വലിയൊരു പ്രതിസന്ധിയിലാണ് അനി ചെന്ന് പെട്ടിരിക്കുന്നതെന്ന് ദേവയാനി അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറയുക കേട്ടോ. മോളെ അന്ന് മോള് കാച്ചി വെച്ചിരുന്ന പാലിനകത്ത് വിഷം കലർത്തിയത് അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് അവളോട് വെറുപ്പാണെന്ന് ജയൻ പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടി നമ്മുടെ അനി. അങ്ങനെ എന്തെങ്കിലും അന്ന് നമ്മുടെ ദേവയാനിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്കായിരുന്നില്ല. അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. മറിച്ച് നവ്യാണ് ആ പാല് കുടിച്ചിരുന്നതെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരുന്നു? അപ്പോൾ അങ്ങനെ ക്രൂരമായി മനസ്സുള്ള ഒരുത്തി ഇങ്ങനെ ഈ തറവാട്ടിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് തന്നെ ജയനും പറയുക അവിടെ വെച്ച്. ഇതൊക്കെ കേട്ട് നയനയും മന്ദം വിട്ടിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് പിണങ്ങിപ്പോയവള് അവളുടെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്നും ജയൻ ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് രക്തം തിളച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി. പക്ഷേ അച്ഛനും അമ്മയും കൂടി പോയി വിളിച്ചാൽ ഉറപ്പായിട്ടും അവള് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വന്ന അവളെ പിന്നെ ശാസിക്കാനോ പുറത്താക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള കാര്യവും ജയൻ ഇങ്ങനെ പറയുക കേട്ടോ. അവൾക്ക് ഇനി ഈ വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ ഉറപ്പായിട്ടും അവൾ ചന്തമോളുടെ കാര്യം ഈ സമൂഹത്തിനോട് വിളിച്ചു പറയൂ എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുക ദേവയാനി.
അവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ ആദർശായിരിക്കും പ്രതിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ അതോടുകൂടി ആദർശിൻ്റെ ഇമേജ് എല്ലാം പോകുമെന്നും ദേവയാനി പറയുക. അതുകൊണ്ടാവൊന്നും മിണ്ടാത്തതെന്ന്. എന്തായാലും സത്യം പറയാവല്ലോ, ചെകുത്താനും കടലിനും നടുവിലാണ് നമ്മളിപ്പോൾ അകപ്പെട്ടിരിക്കുന്നതെന്നും ജയൻ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണമെന്നൊക്കെ പറയുന്നതും കേട്ട് നമ്മുടെ അനി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവളാണല്ലേ ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞ് ഇങ്ങനെ അനി അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശി റൂമിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു, മുത്തശ്ശിൻ്റെ അരികിൽ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരും പോകുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ പോകാം, ഇതിന് മുൻപും നമ്മളത് ചെയ്തിട്ടില്ലേ, നയനമോളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം അത് തന്നെയാണ് വേണ്ടതെന്ന് മുത്തശ്ശി പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ വേണുവിനെ ഒന്ന് വിളിക്കാം അല്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ വിളിക്കാൻ തുടങ്ങുക. എന്നിട്ട് അനാമിക മോളോട് ഒരുങ്ങി നിൽക്കാൻ പറയാമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കും. അപ്പോൾ വേണു കോള് കണ്ടപ്പോഴേക്കും വലിയ സന്തോഷത്തിലിരിക്കുന്നു. ഭാര്യയും മോളും കൂടെ ഓടി വന്നു വേണുവിൻ്റെ അരികിലേക്ക്. മൂർത്തിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഓ എന്നും പറഞ്ഞ് രേവതി നിൽക്കുക കേട്ടോ. എന്താ സാറേ എന്ന് ചോദിച്ചു വേണു തൻ്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ താല്പര്യം കാണിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്ന് തൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് വന്നോളാവെന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ അയ്യോ സാറേ അതേടോ ഇവിടെ ആരും ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാനും വസുന്ധരയും കൂടി അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. പിന്നെ താൻ തൻ്റെ മോളോട് വേഗം റെഡിയായിട്ട് നിൽക്കാനും പറഞ്ഞു. അയ്യോ സാറേ അത് പിന്നെ സാറും അമ്മയും കൂടി ഇങ്ങോട്ടൊന്നും വരണ്ട. അതെന്താടോ? അപ്പം തൻ്റെ മോളെ ഇങ്ങോട്ട് വിടുന്നില്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ സാറേ അതിനു വേണ്ടി സാറിനെയും അമ്മയെയും കൂടി ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് വേണു പറയും കേട്ടോ. അപ്പോൾ അനാമികയും ഭാര്യ ഇങ്ങനെ നോക്കുക. ഞങ്ങളൊരു കാര്യം ചെയ്യാം, മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നേരത്തെ വിളിച്ചപ്പോൾ താനത് പറഞ്ഞില്ലല്ലോ എന്ന് മുത്തശ്ശൻ്റെ വേണുവിനോട് ചോദിച്ചു. അത് പിന്നെ അനിയുടെ അമ്മയോ വല്യമ്മയോ ഒക്കെ വന്ന് വിളിക്കുമെന്ന് കരുതിയിട്ടാണെന്ന കാര്യം ഈ വേണു പറയാം. ഇനിയിപ്പോൾ സാറിനെയും അമ്മയെയും ഇങ്ങോട്ട് വരുത്തുന്ന അത്രയ്ക്ക് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു വേണു. ഞങ്ങൾക്ക് വലിയ അഹംഭാവമൊന്നും ഇല്ല സാറേ, ഞങ്ങൾ മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം. പിന്നെ എന്തുകൊണ്ടാണ് മോള് വാശി പിടിച്ച് നിൽക്കുന്നതെന്നുള്ളത് സാറിന് അറിയാവുന്നതാണല്ലോ, അത്രേ ഉള്ളൂ കാര്യമൊന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ശരി വസുന്ധരയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കൊടുത്തു. ഹലോ അമ്മേ, ഞാനും രേവതിയും കൂടെ മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. മോള് വരുമ്പോഴേ മോൾക്ക് നല്ലൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാനായിട്ട് മുത്തശ്ശി പറയാം. അയ്യോ എന്തൊരു ചിരിയാണോ വേണുവിന്. അയ്യോ അതൊന്നും വേണ്ട അമ്മേ, അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നതെന്ന് മുത്തശ്ശി. പിണങ്ങിപ്പോയ മോള് തിരിച്ചു വരികയല്ലേ, അപ്പോഴ് മോളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം മോളുടെ സന്തോഷം അനിയുടെ സ്നേഹമാണെന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പറയുന്നു. അത് കിട്ടാത്തതാണ് അവളുടെ പരാതി എന്നും പറയണം. പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക അനാമിക അന്നേരം. അതൊക്കെ ശരിയാകുമോ, ഇവിടേക്ക് വന്ന രണ്ടു മരുമക്കളും ആദ്യം ഇതുപോലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നും എന്നിട്ടിപ്പോൾ എല്ലാം ശരിയായി വന്നില്ലേന്നും മുത്തശ്ശി ഇങ്ങനെ ഇയാളോട് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടോ, മോളെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അമ്മേ എന്നും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പൊ മോളെ അവിടെ രണ്ടുപേരും കാത്തിരിക്കുവോ, അതും ചുമ്മാ കാത്തിരിക്കുവല്ല, വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനാമിക ഞെട്ടി. അയ്യോ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സമ്മാനം എന്ന് പറഞ്ഞാ അതെന്താണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ മോൾക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ഒരു 10-20 പവൻ്റെ ഒരു നെക്ലസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേവതിയോടും മകളോടും വേണു. അയ്യോ എൻ്റെ ദൈവമേ, കിളവിയുടെ കയ്യിൽ വേണുവേട്ടൻ പറഞ്ഞതുപോലെ വിലപിടിപ്പുള്ള ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ടാവും. യോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക. ചിലപ്പോഴേ ഒരു ചെല്ല നിറയെ സ്വർണം നിനക്ക് തരുമായിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. എന്തൊരു സന്തോഷമാണോ അനാമികയ്ക്ക്. തരും മോളുടെ പിണക്കം മാറ്റാൻ, അതുമല്ല അതിനപ്പുറം അവർ തരുമെന്നായി വേണു. ഇപ്പോൾ മോളിങ്ങനെ വാശി പിടിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടായോ? എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് പോവാല്ലേന്ന് അനാമിക. പിന്നെ അവസാനം മൂർത്തിയും ഭാര്യ ഇങ്ങോട്ട് വന്ന് മോളെ കൊണ്ടുപോകാമെന്ന് വരെ പറഞ്ഞില്ലേ? പിന്നെ നമ്മൾ അവർക്കും കുറച്ച് ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുത്തന്നേ ഉള്ളൂ, അത് നമുക്ക് എന്തായാലും ഗുണം ചെയ്യും. അപ്പം ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ 1-2 തവണ മോള് പിണങ്ങി ഇവിടെ വന്ന് നിന്ന് തിരിച്ചു പോയാലേ നമ്മുടെ കടം വീട്ടാനും നമ്മൾക്ക് ജീവിക്കാനുള്ള മുഴുവനും അവിടെ നിന്ന് കിട്ടും, അങ്ങനെ അങ്ങ് പോട്ടെ കാര്യങ്ങളെന്ന് പറഞ്ഞ് വേണു നിന്ന് ചിരിക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശി അവിടെ അനാമികയ്ക്ക് കൊടുക്കാനുള്ള സ്വർണ്ണം ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ വേണമെന്ന് ചോദിക്കുമ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ സ്വർണ്ണം ഒന്നും ഉപയോഗിക്കില്ല, പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. മുത്തശ്ശൻ ഇതൊക്കെ നോക്കിയിരിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ വില കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം സ്വർണ്ണ ബിസിനസ്സുകാരായ നമ്മൾ തന്നെ ഇങ്ങനെ പറയണം കേട്ടോ എന്ന് മുത്തശ്ശൻ. ഇതെല്ലാം അനാമിക മോൾക്ക് കൊടുക്കണമെന്നും അത്രയ്ക്ക് വിഷമിച്ചാണല്ലോ മോൾ ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ടേക്ക് കയറി വരും. ഇവരുടെ സംസാരം കേട്ടുണ്ട്. അതിനിതൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ വേണം മോളെ സ്വീകരിക്കാനെന്ന് പറയുമ്പം സന്തോഷിപ്പിക്കാൻ പറഞ്ഞു അനി. മുത്തശ്ശിയുടെ പഴയ സ്വർണ്ണമൊക്കെ അവൾക്ക് തന്നെ കൊടുക്കാനും അനി പറഞ്ഞു. അവളുടെ അച്ഛന് കുറച്ചുകൂടി കടം ബാക്കിയുണ്ട്, ഇതൊക്കെ വിറ്റിട്ട് അതുകൂടി അയാൾ തീർക്കട്ടെ എന്ന് പറഞ്ഞു അനി. അപ്പോൾ മുത്തശ്ശനിങ്ങനെ നോക്കുക. മുത്തശ്ശി നിന്നോട് ആരും അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ?
കാര്യങ്ങൾ വ്യക്തമായി അറിയാതെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഓരോരോ തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്നതെന്ന് അനി പറയുമ്പോൾ, ഓ ഇപ്പം ഞങ്ങളുടെ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് തോന്നി തുടങ്ങിയോന്ന് ചോദിച്ചു മുത്തശ്ശ ഇവിടെ നടക്കുന്നതൊന്നും നിങ്ങൾ രണ്ടുപേരും അറിയുന്നില്ല, അതുകൊണ്ട് അവളെയും അവളുടെ വീട്ടുകാരെയും ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞു അനി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാമോ? എന്നാൽ അത് എന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അത് പറയാൻ വേണ്ടി തന്നെയാണ് മുത്തശ്ശ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അനി പറയുന്നു. വല്യമ്മ സീരിയസ് ആയി ഐസിയുവിൽ കിടക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. വല്യമ്മ ഒരു ഗ്ലാസ് പാല് കുടിച്ചു. നയനടുത്ത് കാച്ചി വെച്ച പാലാണ് കുടിച്ചത്. അങ്ങനെ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ ആരുടെയെങ്കിലും കരളിന് കേട് വരുമോ എന്ന് അനി ചോദിക്കാം. അപ്പം പിന്നെ എന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കാം. സംഭവിച്ചതേ വേറൊന്നുമല്ല, നവ്യേട്ടത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ നയനേടത്തി അന്ന് അവിടെ പാല് കാച്ചി വെച്ചിരുന്നത്. പാല് കാച്ചി വെച്ചിട്ട് നയനേടത്തി ഭാര്യ തക്കത്തിന് അതിനകത്ത് വിഷം കലർത്തി എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞോളൂ മുത്തശ്ശിയും കണ്ണു തള്ളി ഇങ്ങനെ നോക്കുക. നെഞ്ചത്ത് കൈ വെച്ചു. മുത്തശ്ശൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ആര്? അപ്പോൾ വേറെ ആരാ? അനാമികയും അവളുടെ അമ്മയും കൂടെ തന്നെയാണെന്ന കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ മുത്തശ്ശിയും നടുങ്ങി. സ്വർണ്ണമൊക്കെ പോയി വഴി പോലും കണ്ടില്ല. രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ എഴുന്നേറ്റ് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. മുത്തശ്ശൻ എന്നേരം ഇങ്ങനെ തുറച്ച് നോക്കും അനിയ. സത്യമാണോ മോനെ ഈ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പം, മുത്തശ്ശി എന്നോട് ഇതാരും പറഞ്ഞതല്ല, അനാമികയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ വല്യമ്മയും വല്യച്ഛനും പോയില്ലല്ലോ. പോയോ? മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വല്യമ്മയും വല്യച്ഛനും അത് എതിർത്ത് സംസാരിക്കുന്നവരല്ല, അതിനെ അനുസരിക്കുന്നവരാ. പക്ഷേ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ അവർക്ക് മനസ്സില്ലാത്തത് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണെന്ന കാര്യം അനി പറഞ്ഞു. ഇപ്പം അകത്ത് ചൂട് പിടിച്ച ചർച്ച നടക്കുമായിരുന്നു. അതിനിടയിലാണ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത്. ഭാഗ്യത്തിന് ഞാനത് കേട്ടു, അതുകൊണ്ട് ഇപ്പോൾ അത് ഇവിടെ വന്ന് പറയാനും എനിക്ക് പറ്റി എന്നും അനി ഇങ്ങനെ മുത്തശ്ശിയോടും പറഞ്ഞു കേട്ടോ. നവ്യേട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും നവ്യേട്ടത്തെയും കൊല്ലാൻ നോക്കിയവളെയാണ് ഇപ്പോൾ മുത്തശ്ശിയും കൂടി വില കൂടി ആഭരണങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ പോകുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ അനി ഇവരോട്. ആ പാല് കുടിച്ച് വല്യമ്മയുടെ കരൾ പോയപ്പോൾ അനാമികയ്ക്ക് വേണമെങ്കിൽ കരൾ കൊടുക്കാമായിരുന്നല്ലോ, അവൾ കൊടുത്തോന്ന് ചോദിച്ചു. അവൾ കാരണമാണല്ലോ വല്യമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത്, എന്നിട്ട് അവൾ ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനി പറയുക. അപ്പോൾ അവൾക്ക് കുറച്ചെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ അവളത് ചെയ്യുമായിരുന്നില്ലേ എന്നും ചോദിക്കുക. അതുപോലും അവൾ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വല്യമ്മയെ സഹായിച്ച ഏട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക അവളെന്ന് പറഞ്ഞു. അപ്പം ഇത് നീ വെറുതെ അനാമികയെ ഇവിടെ വരുത്താതിരിക്കാൻ വേണ്ടി പറയുന്ന കഥയാണോ എന്ന് ചോദിക്കുമ്പോൾ അനി ഒന്ന് ചിരിച്ചു. അല്ല, നീ കവിതയും കഥയൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ, മുത്തശ്ശ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഇവിടെ ആരോട് വേണമെങ്കിലും മുത്തശ്ശനെ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ 3 പേരും മാത്രമേ ഇത് അറിയാനായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും ഇത് അറിയാവുന്നതായിരുന്നു എന്ന് അനി പറയുമ്പോൾ, വാടോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് പോന്നു. എനിക്ക് കുറച്ചൊരു സമാധാനം കിട്ടി. ഇനി അവൾ ഇവിടെ വന്ന് വേഷം കെട്ടില്ല എന്നുള്ളൊരിതിൽ. ഇത് കഴിഞ്ഞ് മുത്തശ്ശൻ പോയി അവിടെ അങ്ങനെ ഇരിക്കുക, കലി കയറി. അപ്പോൾ എല്ലാവരും ചുറ്റിനും കൂടി. ആ സമയത്ത് പ്രായവും പക്വതയെത്തി എൻ്റെ മക്കളുമാണ് നിങ്ങൾ. ഈ വീടിനകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങൾ എന്നോട് പറയാറില്ലല്ലേ എന്നിങ്ങനെ മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. അപ്പോൾ ദേവയാനിയും അവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ആദർശം ഞാനും എല്ലാവരും ഉണ്ട്. ഞാനൊരു വലിയ അസുഖക്കാരനായതുകൊണ്ടാണ് പലരും എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ഓണത്തിൻ്റെ അന്ന് എൻ്റെ അസുഖം മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായതല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. എന്നിട്ടും പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛൻ പറയുമെന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ദേ വരുന്നു പൊക്കി പിടിച്ചുകൊണ്ട് അച്ഛനും അമ്മയും മോളും കൂടി അനന്തപുരിയിലേക്ക്. അവരെ കണ്ടപ്പോൾ മുത്തശ്ശൻ നോക്കി ഒരു ഇരിപ്പങ്ങിരുന്ന് തല ഉയർത്തിപ്പിടിച്ച്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ മെഗാ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.